ഇറാന്റെ ഭൂമിക്കടിയിലെ യുറേനിയം ശേഖരത്തിൽ ഇസ്രായേൽ ബോംബിട്ടതായ വിവരങ്ങൾ പുറത്ത്. ഇറാനിലെ സെൻട്രിഫ്യൂജ് ഫാക്ടറി പരിസരത്ത് അണുവികിരണം. ഇസ്രായേലിന്റെ 50 ജെറ്റ് വിമാനങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ ആക്രമണം നടത്തിയത് എന്നാണ് സൂചന. കുറഞ്ഞത് 10 ടണ്ണിലധികം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ബോംബുകൾ ഇറാനിയൻ സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രത്തിലും നിരവധി ആയുധ ഉൽപാദന കേന്ദ്രങ്ങളിലും നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേൽ ഉപയോഗിക്കുകയായിരുന്നു. ഭൂമിക്കടിയിൽ 60 മീറ്റർ ആഴത്തിൽ പാറമടകൾക്കടിയിലായിരുന്നു ഇറാൻ സമ്പുഷ്ട യുറേനിയം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇത്രയും ആഴത്തിൽ തുളഞ്ഞു കയറി പാറമടകൾ തകർക്കാനുള്ള ബോംബ് ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറാനെ തക്കം നോക്കി തകർക്കാൻ കാത്തിരുന്ന അമേരിക്ക കഴിഞ്ഞ ദിവസം ഇത്തരം ബോംബുകൾ ഇസ്രായേലിൽ എത്തിച്ചത് കൈയോടെ കൊണ്ടുപോയി ഇറാനിൽ ഇടുകയായിരുന്നു ഇസ്രായേൽ. ഇറാനിയൻ സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രത്തിലും നിരവധി ആയുധ ഉൽപാദന കേന്ദ്രങ്ങളും നടത്തിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ രാത്രിയിലെ ആക്രമണങ്ങളിൽ 50-ലധികം ജെറ്റുകൾ പങ്കെടുത്തതായിട്ടാണ് സൈന്യം അറിയിക്കുന്നത്. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ വ്യാപ്തിയും നിരക്കും വർദ്ധിപ്പിക്കുന്നതിന് ഇറാൻ ടെഹ്റാനിലെ സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രം ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്.